നമ്മളുടെ ഈ XR സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയ മാതൃക കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഡ്രാഗൺ പേടകം എന്നുള്ളതിൻ്റെ ചെറിയ മാതൃകയാണ്. റോക്കറ്റോട് കൂടിയിട്ടുള്ള, അതായത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റോട് കൂടിയിട്ടുള്ള പേടകമാണ് നേരത്തെ പറന്നുയരുന്നത്. പിന്നീട് ആ റോക്കറ്റ്, ഫാൽക്കൺ 9 റോക്കറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് ഈ പേടകത്തെ എത്തിച്ചതിന് ശേഷം താഴേക്ക് സ്വയം പറന്നിറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ സെൽഫ് ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ പേടകം അന്തരീക്ഷം വിട്ട് ബഹിരാകാശത്ത് എത്തിയിരിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിയോടുകൂടിയൊക്കെ, ഇന്ത്യൻ സമയം 4 മണിയോടുകൂടി ഉദ്ദേശം ഈ പേടകം ISSുമായി ഡോക്ക് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ആവുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ശുഭാൻശു ശുക്ലയുടെ ഈ ഗഗന യാത്ര മാറുകയാണ്. കാരണം അവിടെ നടത്തുന്ന പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ISROയ്ക്ക് ആ വിവരങ്ങൾ കൈമാറും. ഇതിൽ പ്രധാനമായും 2 രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളും ഒപ്പം തന്നെ രാജ്യത്തെ ബഹിരാകാശ ഏജൻസികളും ഒപ്പം തന്നെ ഒരു അന്താരാഷ്ട്ര സ്വകാര്യ സ്പേസ് കമ്പനിയും ബഹിരാകാശ കമ്പനിയും ആക്സിയം എന്ന് പറയുന്ന കമ്പനിയും ചേർന്നിട്ടാണ് ഈ ദൗത്യം പൂർത്തിയാക്കുന്നത്. അതിൽ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി കൂടി ഒരു വിധത്തിൽ ഭാഗമാകുന്നുണ്ട്. അവരുടെ ഈ ഡ്രാഗൺ പേടകം ആകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഫാൽക്കൺ 9 റോക്കറ്റ് ആയിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പേടകം ഒന്ന് അടുത്തേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാനാകും. പല ലെയറുകളുണ്ട്. ഇതിൽ പല ലെയറുകൾക്കുള്ളിലാണ് ബഹിരാകാശ സഞ്ചാരികൾ, അതായത് ഈ ആസ്ട്രോനോട്ടുകൾ ഇരിക്കുക. അവരെല്ലാം തന്നെ ആ ഭാഗത്ത് ഇരുന്നു കൊണ്ടായിരിക്കും ഈ യാത്രയിൽ ഉടനീളം ഉണ്ടാവുക. എപ്പോഴാണ് ISSുമായി ഈ പേടകത്തിൻ്റെ താഴ്ഭാഗം ഡോക്ക് ചെയ്യുന്നത്? ഡോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ISSുമായി ഘടിപ്പിക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം ഒരു സോഫ്റ്റ് ലാൻഡിംഗ് പോലുള്ളൊരു സംവിധാനമാണ്. പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഈ പേടകത്തിൻ്റെ ദിശ നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായി സ്പേസിലേക്ക്, അതായത് സ്പേസ് സെൻറ്ററിലേക്ക് ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യുന്ന ഒരു നടപടിയാണ്. ആ ഡോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് അവർ ISSലേക്ക് പ്രവേശിക്കുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. രാജ്യത്തെ തന്നെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദൗത്യം എന്ന നിലയിൽ ഡ്രാഗൺ ദൗത്യത്തെ രാജ്യത്താകമാനമുള്ള മനുഷ്യർ ഏറെ കൗതുകത്തോടെ ആഹ്ലാദത്തോടു കൂടിയാണ് നോക്കിക്കാണുകയും ചെയ്യുന്നത്. അല്ലെങ്കിലും ആകാശം എന്ന് പറയുന്നത് എല്ലാ കാലത്തും കൗതുകം നൽകുന്ന ഒരു വസ്തുത കൂടിയാണ്. അഖില രവീന്ദ്രൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഖില, ഇപ്പോൾ ഈ ദൗത്യം ആരംഭിച്ച് ഏതാണ്ട് 20 മിനിറ്റോളം ആയിരിക്കുകയാണ്. ഈ റോക്കറ്റ് സോഫ്റ്റ് ലാൻഡ് ചെയ്തോ ഫാൽക്കൺ 9? അഖിലയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചേറെ അഭിമാനകരമായിട്ടുള്ള ഒരു ദൗത്യം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ ഗഗനചാരി, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെസ്റ്റ് പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല എന്ന് പറയുന്ന ഉത്തർപ്രദേശ് സ്വദേശി 38 വയസ്സുകാരൻ ഇപ്പോൾ ബഹിരാകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആക്സിയം 4 എന്ന് പറയുന്ന സ്വകാര്യ ദൗത്യത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ പരിവേഷണ നിലയങ്ങളിൽ ഒന്നായിട്ടുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്ന്, അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇപ്പോൾ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയരുകയും അത് ഭൂമിയുടെ അന്തരീക്ഷം പിന്നിട്ടതിന് ശേഷം ഈ ഡ്രാഗൺ പേടകവുമായി അതിൻ്റെ ബന്ധം വിച്ഛേദിക്കുകയും പിന്നീട് സ്വയം ജ്വലിച്ചുകൊണ്ട് ഡ്രാഗൺ പേടകം യാത്ര തിരിച്ചിരിക്കുകയാണ്. ഡ്രാഗൺ പേടകം മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ഒടുവിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയോടുകൂടി ഇന്റർനാഷണൽ സ്പേസ് സെന്ററുമായി ഡോക്ക് ചെയ്യും. അതിനുശേഷം ഇന്റർനാഷണൽ സ്പേസ് സെന്റർ എന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായി കാലുകുത്തുന്ന ഇന്ത്യക്കാരനാകാൻ ഇതാ ആ അച്ഛൻ്റെയും അമ്മയുടെയും മകൻ ശുഭാൻശു ശുക്ല ഇന്ത്യക്കാരുടെ അഭിമാനം മാറുകയാണ്. ഇന്ത്യക്കാരുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശുഭാൻശു ശുക്ല. അപ്പോൾ ആ അഭിമാന നിമിഷത്തെ ഓരോ നിമിഷവും നമുക്ക് അയവിറക്കാം. നാളെ വൈകിട്ട് 4 മണി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമയമാണ്. അതിൻ്റെ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഭൂമിയുടെ അതിർത്തി കഴിഞ്ഞ്, ഭൂമിയുടെ അന്തരീക്ഷം കഴിഞ്ഞ് ബഹിരാകാശത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്.